ചെമ്പാവു പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ മുല്ലപ്പൂ ചിരിയോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ തനതിന്ന താനാതിന്ന താനാതിന്ന തിന്നിന്നോ. 2000 പേരുടെ കുറയാളോ അല്ല 500 ഞാൻ പാട്ട് പാടാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ചെമ്പാവ് പുന്നല് പാടണ്ടേ അല്ലെങ്കിൽ പിന്നെ ഇതോടുകൂടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും വിളിക്കില്ല ഒരാള്. നമ്മുടെ ഒരു ജോലി സാധ്യത റിസ്ക് ചെയ്തിട്ടായിരുന്നു സബ്ജക്ട് പറയാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് ഫുഡ്, ഭക്ഷണമാണ്. അല്ല, ഭക്ഷണമാണ്. ആസിഫ് അലി അല്ല ഭക്ഷണമാണ്. ഓക്കെ, ഫുഡ്. ദേവന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണോ? എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡും ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെ. എന്നോട് ആൾക്കാർ എപ്പോഴും ചോദിച്ചിട്ട് എന്താ ഇല്ലാത്തത്. പക്ഷെ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി മീൻസ് കേരളത്തിലെ ബിരിയാണി. കേരളത്തിൽ തന്നെ 4 ടൈപ്പ് ബിരിയാണി. അല്ല, അത് കുഴപ്പമില്ല. എനിക്ക് മലബാർ ആ ടൈപ്പാണോ അതോ നിനക്ക് ഇഷ്ടം? പൈനാപ്പിൾ ഉള്ള തിരുവനന്തപുരമാണ് ഇഷ്ടം. പൈനാപ്പിൾ ഒന്നും വേണ്ട ബിരിയാണി. പൈനാപ്പിൾ ഇടാ എനിക്ക് ഇഷ്ടമാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പണ്ട് കട്ട് ചെയ്തിരുന്നതിന് പകരം ഇപ്പൊ എളുപ്പത്തിന് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ബിരിയാണി ഞങ്ങൾ നമ്മുടെ പറഞ്ഞ പോലെ 14 ജില്ലയിൽ 14 ടൈപ്പ് ബിരിയാണി ഉണ്ട്. അതിപ്പോ അതിലും കൂടുതലുണ്ട്. ഒരു ജില്ലയിൽ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. അതാ ഇപ്പൊ അതിലും കൂടുതൽ എണ്ണത്തിന്റെ ബിരിയാണി ആയി കൂടിക്കൊണ്ടിരിക്കും. മന്തിയൊക്കെ തന്നെ എന്തോരം മന്തി വന്ന് ചാടുന്നത്. ശരിക്കും നമ്മുടെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഓവർ റേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലടത്ത് റേറ്റ് കൂടുതലാണ്. ഫ്രൈഡ് റൈസ് ഭയങ്കര ബ്ലാൻഡ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇന്ത്യക്കാര് പൊതുവെ മറ്റേ മസാല ഉള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നല്ലോ. അപ്പൊ എനിക്ക് ഈ ഫ്രൈഡ് റൈസ് ഒരു ചില്ലി ചിക്കനൊക്കെ കൂട്ടി കഴിച്ചാൽ എക്സ്ട്രാ ചെലവ്. ഫ്രൈഡ് റൈസിന് പിന്നെ അതിന്റെ കൂടെ എക്സ്ട്രാ ഞാനും കറി പറയാറില്ല. ചിക്കൻ ഫ്രൈഡ് റൈസ് ഹെൽത്തി ഡ്രിങ്ക് മണുമണാന്നൊക്കെ തിന്നാറില്ല. സത്യത്തിൽ ഹെൽത്തി ഡ്രിങ്ക് കഴിക്കുന്നത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്ന ഇവിടുത്തെ ലൊക്കാലിറ്റിയിലെ ഫുഡ് ഹബ് എന്ന ലെവലിലാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കാശ് വെച്ചോ ബിരിയാണി തന്നെയാണ്. ബിരിയാണി കറി അതിനകത്ത് തന്നെ വരുന്നു. ഊണ് പിന്നെ പക്ഷെ ഈ ചെന്നൈയിൽ മധുരയിലൊക്കെ ചെന്ന് കഴിയുമ്പോ ഒരു ബിരിയാണിയുടെ കൂടെ സൈഡ് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അത് കേട്ടപ്പോ ബിരിയാണിക്ക് സൈഡ് ആൾക്കാർ ചിക്കൻ ഫ്രൈ ഒക്കെ പറയാറുണ്ട്. അല്ല, അവിടെ മട്ടനാ. അവര് പറയുന്നത് നമ്മുടെ ബിരിയാണി അത്ര നല്ലതല്ല. ഈ ഡ്രൈ ബിരിയാണി അവരതിനെ വേറെ എന്തൊക്കെ പറയാം, വെജിറ്റബിൾ പുലാവിലും ചിക്കൻ ഇട്ടതാന്നൊക്കെ പറയുന്നത്. അവര് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് കുഴഞ്ഞിരിക്കുന്ന അതിനോട് കറിയും വെക്കും. ഏതിന് കുളമ്പ് മറ്റേ വഴുതിനങ്ങ കുളമ്പ് വെക്കും, മട്ടൻ കുളമ്പ് വെക്കും. അങ്ങനെ പല ഗ്രേവി. നമ്മൾ ആദ്യം ചെന്നൈ പോയപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഒരു കടയിൽ പോയി ചോദിച്ചു കുളന്ത് കിടക്കുമ്പോ അവന് കുളമ്പ ഉദ്ദേശിച്ചത് അർഷതായിരിക്കും ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവിടെ ചേട്ടൻ പറഞ്ഞു ഇവിടെ ആ പരിപാടി ഇല്ലല്ലോ. പ്ലേറ്റിങ്ങനെ എടുത്തിട്ട് കുളന്ത കിടക്കും. ആളാ പ്ലേറ്റ് എടുത്ത് ഇവിടെ 3-4 ദീപന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? എനിക്ക് ബ്ലാൻഡ് ഫുഡാണ് ആക്ച്വലി കുറച്ചുകൂടെ ഇഷ്ടം. എനിക്ക് അതെ ഷവർമ, മയണൈസ് ഉള്ള എന്തും, സാൻഡ്വിച്ച്, ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു പ്രധാന കാരണം അത് ബ്ലാൻഡ് ആയതുകൊണ്ടാണ്. അതാണ് എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ പ്രായമായതിന്റെ തോന്നുന്നു എനിക്ക് ഹെവി ഫുഡ് കുറച്ച് ഇപ്പൊ ബീഫ് കഴിച്ചാൽ ബീഫ് ബിരിയാണി കഴിച്ചാൽ ഭയങ്കര ഹെവി അല്ലേ. അപ്പൊ അതെനിക്ക് കുറച്ച് കുറയ്ക്കാൻ തോന്നുന്നുണ്ട്. നമ്മള് ബിരിയാണി കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഊണല്ലേ ശരിക്കും കോസ്റ്റ് എഫക്റ്റീവ്. അതായത് 60-70 രൂപയ്ക്ക് പോയിട്ട് നമുക്കൊരു 2 നേരത്തേക്കുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ബിരിയാണി. നമ്മൾ പോണ പല സ്ഥലത്തും വല്ലാത്ത പ്രഷർ ഉണ്ട്. പണ്ട് ഇങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ഇപ്പോഴാണ് ഏത് കട ചെന്നാലും സ്പെഷ്യൽ ഇങ്ങനെ നിർബന്ധിക്കുക. ഇങ്ങനെ നിർബന്ധിക്കുന്നോണ്ട് കുഴപ്പമില്ല, പുച്ഛിക്കുമ്പോഴല്ലേ പ്രശ്നം. അതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടാമതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ രണ്ടാമത് മേടിക്കുന്ന സിസ്റ്റം നടക്കണ സ്പെഷ്യൽ ടേബിളിൽ ഉണ്ടെങ്കിൽ രണ്ടാമതൊക്കെ കാര്യമായിട്ട് തരും. അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഹോട്ടലുണ്ട്. അവിടെ ഈ ഉച്ചക്കലത്തെ ഈ ഊണ് മാത്രമേ ഉള്ളൂ. അത് നല്ല ഫേമസ് ആയ അതൊക്കെ സിനിമാ നടന്മാരൊക്കെ വന്ന് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ആള് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ആള് നോക്കി പേടിപ്പിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കടയിൽ ഒരു ചേട്ടനാണെങ്കിൽ എത്ര വേണമെങ്കിലും ഫുഡ് കൊടുക്കും, പക്ഷെ ഫുഡ് വേസ്റ്റ് ആക്കാൻ. സാധാരണ ഇങ്ങനെയുള്ള കടകളിൽ ആൾക്കാർ ഫുഡ് വേസ്റ്റ് ആക്കിയിട്ട് പോകും. പക്ഷെ വേസ്റ്റ് ആക്കിയാൽ ഫൈൻ വാങ്ങിക്കുന്ന ഒരു കടയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്.
ചേട്ടൻ എത്ര വേണം നന്നായിട്ട് സെർവ് ചെയ്യും, കഴിക്കണം, നിങ്ങൾ കഴിക്കണം എന്നാ പുള്ളി പറയുന്നത്. പക്ഷെ മിക്കവാറും ആൾക്കാർ ഈ ചോറൊക്കെ വാങ്ങിച്ചിട്ട് ചോറ് ഇങ്ങനെ കൂന കൂട്ടിയൊക്കെ ഇടും. എനിക്കും പ്ലേറ്റ് വൃത്തിയാക്കി നമ്മളെല്ലാരും എനിക്കൊന്ന് കഴിക്കും മിക്കവാറും. ഞാൻ പക്ഷെ അത്രയും വൃത്തി നിങ്ങൾ പറഞ്ഞാലും അത് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ജോൺ ചേട്ടനെ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കരിവേപ്പില പോലും കാണില്ല. ഇല്ലേ, ഞാനാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കും സൈഡിൽ. അത് നമ്മളടുത്തിരിക്കുമ്പോഴും ബാക്കി വരത്തില്ലല്ലോ. പ്ലേറ്റ് അല്ല ടേബിളെ വൃത്തിയാക്കി. ഞാനിപ്പം ആ ഒരു റേഷ്യോ ഉള്ളത്. ഇപ്പം എനിക്ക് ചോറ് കൂടുതലും കറി കുറച്ച് അങ്ങനെ ഒരു സാധനമൊക്കെ ഇഷ്ടം. അപ്പം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ സാമ്പാർ കൂടിപ്പോയാൽ ഞാൻ ചിലപ്പോൾ ആ സാമ്പാർ പറ്റി ചോറിച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ആ കറക്റ്റ് ഇതിലാണ് കഴിക്കുന്നത്. അല്ലെ ഈ സാമ്പാറിന്റെ ടേസ്റ്റും കയറി നിൽക്കും. എനിക്ക് ശരിക്കും നേരെ തിരിച്ചാ. എനിക്ക് കറി കൂടി നിൽക്കണം. എനിക്ക് ഈ റൈസ് ക്വാണ്ടിറ്റി, അപ്പം ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, എനിക്കത് കുറച്ചിട്ട് എനിക്ക് റൈസ് കറി കൂടുതൽ നിൽക്കുന്ന എനിക്ക് ഇഷ്ടം. നിനക്ക് ഇങ്ങനെ ഒരുപാട് കറി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടമാണോ? ഞാൻ സദ്യ കഴിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോന്നിടത്തല്ല, ഫുൾ മിക്സ് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കോക്ടെയിലാ ഇഷ്ടം. എനിക്ക് 90s ഇഷ്ടമാണ്. എന്റെ അടുത്ത് ഒരു സദ്യക്ക് വേണ്ടി അവിയൽ എങ്ങനെ ഉണ്ടായിരുന്നത്? സദ്യ നന്നായിരുന്നു. ഞാൻ ഫുള്ള് മിക്സ് ചെയ്തിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടേ ഇല്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ പല പല മറ്റേ ഈ തുടക്കം തൊട്ട് തീരുന്നിടം വരെ ഓരോന്നിന്റെ മിക്സ് നോക്കി ഏറ്റവും നല്ല കോമ്പിനേഷൻ. അല്ല, ഞാൻ പറഞ്ഞ ഒരു ദിവസം ജോൺ ചേട്ടൻ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. നമ്മള് ഊണങ്ങനെ കഴിക്കാറുണ്ട്, പക്ഷെ ഞാൻ അന്നാദ്യമായിട്ടാണ് കണ്ടത് കുറച്ച്. അപ്പോൾ നോക്കുമ്പോൾ ഫുൾ സാധനം, അതായത് ഇല ഇങ്ങനെ നടുക്ക് മൊത്തം സാധനം കൂടെ ഫുൾ മിക്സ്. പക്ഷെ സാധാരണ അങ്ങനെ ഒരാൾ കഴിക്കുന്നുണ്ട് നമുക്കൊരു എന്തെങ്കിലും വൃത്തിയുടെ പോലെ തോന്നൂല. പക്ഷെ ഇത് കണ്ടിട്ട് ഭയങ്കര കളർഫുൾ, ഭയങ്കര രസം. ഇതിന് പ്രത്യേക ടേസ്റ്റ്. എനിക്ക് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇല നീറ്റായിരിക്കണം. എല്ലാം കൂടി കഴിച്ചു കഴിയുമ്പോൾ ചേച്ചി ചിലപ്പോൾ വന്നിട്ട് വീണ്ടും കൊണ്ട് ഈ സാധനം ഇടും, ഫില്ല് ചെയ്യും. രണ്ടാമതായി വേണ്ട ചേച്ചി ഇവനൊന്നും ഫില്ല് ചെയ്യാം. നമ്മൾ സാധാരണ ഇവൻ ഫില്ല് ചെയ്യാൻ ഹോട്ടലിൽ പോകുമ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റും, ഇവൻ വേണ്ടെന്ന് പറയാൻ നമുക്ക് വിഷമമാണ്. ഇവന്റെ ഫില്ല് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് എന്റെ സദ്യ കഴിക്കല്? എനിക്ക് സദ്യ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഈ ഇപ്പൊ ഒരു കല്യാണത്തിന് മറ്റേ ഫ്രൈഡ് റൈസ് മറ്റേത് അതിനേക്കാളും എനിക്ക് സദ്യയുള്ള കല്യാണം ഭയങ്കര ഇഷ്ടമാണ്. പായസം ഞാൻ എന്തായാലും ഒരു 2 പ്രാവശ്യം ചോദിക്കും. എനിക്ക് പണ്ട് കൂടുതൽ ഇഷ്ടം മുസ്ലിങ്ങളുടെ ക്രിസ്ത്യന്റെ കല്യാണം. ഇപ്പൊ തിരിച്ചാണ് ഞാൻ വിചാരിക്കുന്നു ഈ ഹിന്ദുക്കൾ. എനിക്ക് സദ്യ ഇഷ്ടമാണ്. എനിക്ക് ഈ കണ്ട സാധനങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എന്റെ വിശപ്പ് കേടും. എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഞാൻ ഈ ബുഫേക്കൊക്കെ പോയതുണ്ടല്ലോ വളരെ പരാജയ. അവിടെ ചെന്ന അവസാനം ഈ ഐസ്ക്രീമിന്റെ ഭാഗത്ത് മാത്രമേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വക സാധനം എനിക്ക് കാര്യമായിട്ട് തിന്നാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഞാൻ കോളേജിൽ പോയത്, അപ്പൊ പഠിക്കാൻ പോയെന്ന് പറയാൻ പറ്റത്തില്ല, കോളേജിൽ അവിടെ പാർക്ക് രാജധാനി, ഉള്ളൂർ പാർക്ക് രാജധാനി 99 രൂപ ആ സമയത്ത്. ഇപ്പൊ കിട്ടത്തില്ല. 99 ബുഫേ ഉണ്ടെന്നല്ല, റേറ്റ് മാറി. 99 രൂപയ്ക്ക് ബുഫേ കിട്ടും. അതായത് അന്ന് എനിക്ക് കേരളത്തിൽ ഏറ്റവും റേറ്റ് കുറച്ച് ബുഫേ കൊടുക്കുന്ന വലിയ ഹോട്ടൽ. പക്ഷെ കപ്പയും ചമ്മന്തി മാത്രമേ 100 ഡിഷസ് ഉണ്ട് അവർക്ക്, 100+ ഡിഷസ് ഉണ്ട്. അതായത് സലാഡും അച്ചാറോടൊക്കെ വന്ന് അത്രയും ഡിഷസ് ഉള്ളൊരു വലിയ ബുഫേ. അത് അത്യാവശ്യം വലിയ ഹോട്ടൽ, സാധാ ഹോട്ടൽ, വലിയ ഹോട്ടലാണ്. രാജധാനി ഗ്രൂപ്പ് ഭയങ്കര ഫേമസ് ആണ് ട്രിവാൻഡ്രത്ത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൈസ കൂട്ടി വെച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ 4-5 പേര് 99 രൂപ. 99 രൂപയ്ക്ക് നമ്മുടെ കോളേജ് ഫസ്റ്റ് ചെയ്യുന്ന 99 രൂപയ്ക്ക് വിലയുണ്ട്, 100 രൂപയ്ക്ക് വിലയുണ്ടെന്ന്. അപ്പൊ ഈ 99 രൂപ ഇടയ്ക്ക് കൂട്ടി വെച്ചിട്ട് വല്ലപ്പോഴും മനസ്സിനെ വിലയോടെ പോകും. ഇവനിപ്പോ ബുഫേ പോകുമ്പോൾ ഞങ്ങൾ പരാജയമൊന്നുമില്ല, അവർക്കാണ് പരാജയം. നമ്മളവിടെ പോയിരുന്നിട്ട് സ്റ്റാർട്ടർ തൊട്ട് അങ്ങോട്ട് തുടങ്ങും. അയ്യോ, കഴിച്ച് ഫോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ത് വില കൊടുത്തതിന് ഒഴിവാക്കാം. അവര് നമുക്കൊരു ഓഫർ വന്നത് പെർഫോം ചെയ്താൽ പൈസ തരില്ല, ഭക്ഷണം തരാൻ. അവരുടെ പുറത്തത്തെ സ്പേസിന്റെ പേരെന്താ, കാർഗോ ബൈറ്റ്സിൽ പെർഫോം ചെയ്യാനൊരു സ്പേസ് വന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടത്തെ ഒരു സ്റ്റാഫ് വേണ്ടി 4 ആള് പെർഫോം ചെയ്തു. പണ്ടാ അതുപോലും കിട്ടില്ല. അന്ന് വന്ന ആ ഒരു പെൺകുട്ടിയായിരുന്നു, അവളിപ്പോ വരാൻ സാധ്യതയില്ല. ഫുൾ പരിപാടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് 4 ആള് ഭക്ഷണം കഴിക്കാൻ കയറി. അന്ന് എനിക്ക് പനിയായിരുന്നു, പക്ഷെ ആ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു മനസാക്ഷി ഇല്ലാത്ത അനീസിരുന്ന് തിന്നുണ്ട്. നിങ്ങള് ബുഫേയില് ഡെസേർട്ട് ആണ് കൂടുതൽ നോക്കണം. ഞാൻ സ്റ്റാർട്ടറാണ്. ഞാൻ സ്റ്റാർട്ടർ മാത്രമേ, ഞാൻ മെയിൻ കോഴ്സ് കഴിക്കാറില്ല. സ്റ്റാർട്ടർ കഴിച്ച് അല്ല, അങ്ങനെയല്ല. അതിനകത്ത് വേറൊരു സാധനം, സ്റ്റാർട്ടർ വിളിക്കുന്ന കുറെ കോസ്റ്റ്ലി സാധനങ്ങൾ വരും. പ്രോൺസ് അങ്ങനെയുള്ള സാധനങ്ങൾ. എന്തിനാണ് ചോറ് കഴിക്കുന്നത്? അതായത് വെറുതെ കറി ക്വാണ്ടിറ്റി ഗ്രേവി കയറിയിട്ട് കാര്യമില്ല. അപ്പൊ ഫ്രൈ പിടിക്കുന്ന നല്ലത്. ഫ്രൈ ഒരു 7-8 കഷ്ണം കഴിച്ചാൽ പിന്നെ മുതലായില്ലേ. കാരണം ഞാൻ ജയിച്ചു. ഇങ്ങനെ മോഡസ് ഓപ്പറാൻഡി വെച്ച് നമ്മൾ പോകുന്നത്. അതായത്
നമ്മൾ ഓരോ തവണ പോകുമ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും. ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന് പ്ലാൻ ചെയ്യും, എടാ നമ്മൾ ഇന്ന സാധനത്തിന് കോസ്റ്റ് കൂടുതലാണ്, അപ്പം നമ്മൾ വെറുതെ ഈ ദാലിൻ്റെ ഇതിൻ്റെയും ഗ്രേവി ഒക്കെ വാങ്ങിച്ചിടാതെ നമ്മൾ അത് ഫോക്കസ് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് അന്ന് ബുഫേക്കും ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചാൽ ഡെസേർട്ട് കോമ്പറ്റീഷൻ നടത്തും. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡെസേർട്ട് സെക്ഷനിൽ പോകും. നമ്മൾ വയറ് നിറഞ്ഞിട്ടേ ഡെസേർട്ട് സെക്ഷനിൽ അവരുമായിട്ട് നമ്മൾ മത്സരം പരിശീലിക്കുമ്പോൾ കാരണം ഇവര് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ഇവർ നോക്കും. കാരണം ഐസ്ക്രീം മാത്രം സെർവിങ് അല്ല അവർ സെർവ് ചെയ്ത് ബാക്കിയെല്ലാം നമുക്ക് പോയി എടുക്കാന്നതിൽ. എന്നാലും അതില് ചിക്കൻ എനിക്ക് ഓർമ്മയുണ്ട്, ചിക്കന്റെ ഇഷ്ടം കുറവായിരിക്കും ഇങ്ങനെ. അവര് ചിക്കൻ അത് കുറവാണെന്നല്ല, നല്ലപോലെ എടുത്ത് നീങ്ങി പോണതാ ഫില്ല് ചെയ്യാൻ. അവര് ഡിലേ ചെയ്യും ഫില്ല് ചെയ്യാൻ ചില സാധനങ്ങൾ. എന്നിട്ട് ഈ കോമ്പറ്റീഷൻ പറയാൻ കാര്യം, ഈ ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ 4 പേരും ഐസ്ക്രീം കോമ്പറ്റീഷൻ നടത്തും. അങ്ങനെ ഐസ്ക്രീം കോമ്പറ്റീഷൻ നടത്തി എൻ്റെ ഫ്രണ്ട് ജിതിൻ ജഗന്നാഥ്, ഇപ്പൊ US-ലാവൻ. അപ്പൊ ഞാനും അവനാ മെയിൻ ഫുഡീസ്, ബാക്കി എല്ലാവരും തോറ്റുപോകും. ഞങ്ങൾ മത്സരം എടുക്കും. 35 സ്കൂപ്പ് ഐസ്ക്രീം അവൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആ സ്കൂപ്പറി സ്കൂപ്പ് ചെയ്യുന്ന 35 പുള്ളി ചികിത്സക്കെല്ലാം കൊണ്ടാണ് US-ൽ. പിറ്റേ ദിവസം തണുപ്പൊക്കെ അടിക്കുന്നത് ഇത്ര ഫിറ്റ് ആയിട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അടിപൊളിയാണ്, ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെ കഴിച്ചാലും നന്നായി കൂടുതലാണ്. നമ്മൾ 47 പ്രാവശ്യം അടിച്ചിട്ടുണ്ടെന്ന്. ഞാൻ 32 കഴിച്ചിട്ട് അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ തൊട്ട് പറയേണ്ടത് ഞാൻ അവനൊക്കെ പുഷപ്പ് എടുക്കണൊക്കെ പോലെ ഫുഡ് കഴിക്കേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ ഫുഡ് കഴിച്ചിങ്ങനെ തൊണ്ട വരെ എത്തിക്കും. എന്നിട്ട് ഐസ്ക്രീം തള്ളി നമ്മൾ ഇതിൽ സൈഡിൽ കൂടെ ഇറക്കി വിടുക ചെയ്യുന്നത്. അപ്പൊ 35-32 അപ്പൊ ഞാൻ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ എടുത്തോണ്ടിരിക്കും. അപ്പൊ അവസാനം 35-32 എത്തിയപ്പോൾ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു 25-12 ഒക്കെ ആയിട്ട് പിള്ളേർ തോറ്റുപോയി. നമ്മൾ ഇനി വെറുതെ മത്സരിക്കണം. നീ ജയിച്ചു, ഞാൻ നീ ജയിച്ചു, നമ്മൾ നീ കഴിക്കണം. ഞാൻ ഓക്കെ, ഞാൻ കഴിച്ചാൽ ഞാൻ 32 അടിച്ച് നിർത്തി. അങ്ങനെ നിർത്തിയോണ്ട് അവിടെ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ച് അവിടെ നിന്ന് മരിച്ചു വീണു ഞങ്ങൾ രണ്ടുപേരും. കാരണം അവൻ വാശിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അവന് ഹൈപ്പോതലാമസിന്റെ വിശപ്പ്. ഇവരെങ്ങനെ അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഇതുപോലെ വല്ല വാള് വെച്ച് പ്രശ്നമായെങ്കിൽ ആൾ നോക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ഫുഡ് കഴിച്ച് പത വരെ വന്ന് പോയിസൺ സാധനം മൊത്തം ഐസ്ക്രീമാണ്. എന്നിട്ട് ഈ രാജധാനി കഥ കുറേ ഉണ്ട്. ഒരു സാധനം കൂടെ പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. രാജധാനി പേര് പറഞ്ഞൊരു പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഹോസ്റ്റലിൽ നിന്ന്. അങ്ങനെ കുറേ ആൾ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ, നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് അവിടെ പോയിരുന്ന് അത്രയും കഴിക്കുന്നത്, നമുക്ക് കുറച്ച് എടുത്തോണ്ട് വന്നൂടെ. ഹോസ്റ്റലിൽ കുറച്ച് ഞാൻ പട്ടിണി വരില്ല. അങ്ങനെ ഞങ്ങൾ പാത്രം കൊണ്ടുവന്ന് തുടങ്ങി. ഞങ്ങൾ ബാഗിനകത്ത് പാത്രം കൊണ്ടുവന്ന് തുടങ്ങി. എന്നിട്ട് നമ്മൾ ഒരു കോർണറിൽ, അതായത് രാജധാനി പോയിട്ടുള്ളവർക്കറിയാം, ഒരു മെയിൻ ഹോള് ഫുഡിൻ്റെത് CCTV ക്യാമറ ഉണ്ട്. അവിടെ ഇവിടെ CCTV ക്യാമറ ഉണ്ട്. സ്പ്രെഡ് ചെയ്ത് സീറ്റ് ഇട്ടേക്കുക. കുറേ കോർണേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ കോർണേഴ്സിൽ പോയിരിക്കും. എന്നിട്ട് ഫുഡ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും. അവിടെ നിന്നിട്ട് അത് കേടാവാൻ സാധ്യതയില്ല സാധനങ്ങൾ. ഞങ്ങൾ 2-3 കുപ്പി ബോക്സ് ഒക്കെ കൊണ്ടുപോകും. ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇട്ട് അങ്ങനെ ഗുലാബ് ജാമുന് ഫ്രൈ ഒക്കെ ഞങ്ങൾ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് അടുത്ത ദിവസം കഴിക്കാറുണ്ട്. നീ ആലോചിക്കണം, ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പട്ടിണി ഹൈസ്റ്റ്. ഞാൻ പണ്ട് മറ്റേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് ഞാൻ 16 മണിക്കൂർ. അതായത് ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേക്കില്ലല്ലോ, എഴുന്നേക്കുമ്പോൾ 12 മണി 1 മണിയാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇതല്ലല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ ഒരു 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ 2 മണിക്കേ കഴിക്കുകയുള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റണില്ല. ഇപ്പൊ ഞാൻ കറക്റ്റ് 3 നേരം കഴിക്കാൻ നോക്കും, 3-4 നേരം കഴിക്കാൻ നോക്കും. ചായ ഉൾപ്പെടെ തിയറികളെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഉണ്ടായി വരും. അടുത്ത കൊല്ലം ഇത് പൊളിഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനത്തെ ഭക്ഷണ രീതി നല്ലതാണ്. കുറെ നാള് ഫ്രൂട്ട് ജ്യൂസ് ഇപ്പൊ പൊട്ടയെന്നാ പറയണേ, ഫ്രൂട്ട് ജ്യൂസ് കഴിക്കരുത് എന്നാ പറയണേ. ഈ ഫ്രൂട്ട് കഴിക്കുന്നത് ഫൈബറും ഇതുള്ളതുകൊണ്ടുള്ളത്. ഷുഗറിനേക്കാളും പ്രശ്നം എന്നാ പറയുന്നത്. അങ്ങനെ ഞാനും കേട്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ നമ്മള് ഇല്ല, എന്തും അമിതമായി കഴിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. വിശക്കുമ്പോൾ കഴിക്കുക, അത്രേ ഉള്ളൂ. നേരെ നോക്കണം. എനിക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കേരള കൾച്ചറിന്റെ ഭാഗം. പക്ഷെ നമ്മള് സ്വീറ്റ്സ് ഒന്നും വിശക്കുമ്പോഴല്ലോ കഴിക്കാതെ ആ ഷെൽഫിൽ ഇരിക്കുന്ന കാണുമ്പോൾ കഴിച്ചു പോണതല്ലേ. നമ്മള് സ്വീറ്റ്സ് നമുക്ക് അങ്ങനെ ആഗ്രഹം വരുമ്പോഴല്ലേ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്ന കുഴപ്പമില്ല. അവസരം വരുമ്പോ അതെ, മറ്റേ ലഡു ഇരിക്കുന്നത് കാണുമ്പോ ഞാൻ അനീസൊക്കെ ബേക്കറി കയറി ഇറങ്ങാൻ കുറച്ച്, മറ്റേ ഇവന്റെ കാര്യം പറഞ്ഞല്ലേ, കൈ വെച്ചെടുക്കാൻ കുറച്ച് താമസിക്കുന്നു. മറ്റേ ഭാസ്കരൻ കൈവച്ചാ ബേക്കറി കയറിയിട്ട് ഒരു ജീരക സോഡ കുടിക്കാൻ കയറിയാ പിന്നെ ഒരു ലഡു കഴിച്ചു നോക്കാം അനീസ. അന്നൊരു ലഡു ഈ പന്നിക്കാണെങ്കിൽ ഷുഗറാ, എടുക്കത്തെ ഷുഗറാ. അത് കഴിഞ്ഞ് കഴിയുമ്പോ മൈസൂർ പാക്ക്. നമ്മുടെ ഈ പെപ്സിയും കൊക്കക്കോളയും ഷുഗർ തന്നെ ഷുഗറുകളല്ലേ. എനിക്ക് ഹെൽത്തി ഭക്ഷണ രീതി അല്ല. ഫുഡിന്റെ ടേസ്റ്റുകളിൽ എല്ലാ ഫുഡും ഇഷ്ടമാണെങ്കിലും മധുരത്തിനോട് ഒരു പ്രത്യേക ആഭിമുഖ്യം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അത് ചില ആൾക്കാരുടെ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ചെറുപ്പത്തിലെ മധുരം ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. ഞാൻ ഒത്തിരി ഈ പറയുന്ന ലെവലിൽ ഫുഡ് മധുരം അന്നേ കഴിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ എത്തിക്കാൻ പറ്റുന്നു. മധുരം ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആളാണ്. എന്റെ ചേട്ടനപ്പനൊക്കെ എരിവ്, അച്ചാറ്, അങ്ങനത്തെ സാധനങ്ങളോട്. എനിക്ക് മധുരം
എസ്പെഷ്യലി ഇന്ത്യൻ ഒരു സ്വീറ്റ്സ് എനിക്ക് മൂടാണ്. ഭയങ്കര ഈ പറഞ്ഞ പോലെ നേരത്തെ കൊച്ചിയിൽ എന്റെ ഫേവറേറ്റ് സാധനം മറ്റേ ലഡുവും ജിലേബിയായിരുന്നു. ഇപ്പൊ ഏതായാലും അച്ഛൻ മറ്റേ സാലറി കിട്ടുമ്പോൾ 10 ലഡു 10 ജിലേബി മേടിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ മഞ്ഞ കളറും ചോല കളറും ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കാണാൻ. ഭക്ഷണം കാണുന്നത് ഭയങ്കര കളർ ഇതിനെ ആഡ് ചെയ്യുന്ന കളറാണല്ലോ. പിന്നെ ഞാൻ മറ്റേ മായില്ല മാംഗോ ജ്യൂസ് അതിന് ഭയങ്കര അഡിക്റ്റ് ആണ്. നമ്മുടെ വീടിന്റെ മച്ചിന്റെ മേലിലൊരു മൂലയ്ക്ക് ഫുൾ ഒരു 10-200 കുപ്പി മായയുടെ കുപ്പി ഇടപുണ്ട്. പക്ഷെ അത് വെറുത്തു പോയി. ഭയങ്കര പറയാൻ പാടില്ല തോന്നുന്നില്ല. അതാണ് കഥ. അല്ല സ്ലൈസ് ഒക്കെ വേറെ ചവയാ. മായായിരുന്നു പക്ഷെ ഇപ്പൊ ഫ്രൂട്ടിയാണ്. ഇപ്പൊ എനിക്ക് ഒന്നിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഫ്രൂട്ടിയാണ് ആകെ ഉള്ളത്. എനിക്ക് ഫ്രൂട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മള് ഫ്രൂട്ടി കഴിക്കുന്നത് പച്ച ആ സാധനം അല്ല. അന്ന് ഇത് കിട്ടാന്ന് പറയുന്നത് കുറച്ച് വളരെ റെയറായി സംഭവിക്കുന്ന ഒരു സാധനം. അപ്പൊ അത് അത്ര വന്നൊരു ഇതിൽ കിട്ടുമ്പോ ആ സ്ട്രോ വെച്ച് കുടിക്കുക. അപ്പൊ നമുക്കത് സ്ഥിരം നമ്മള് അനുഭവിക്കുന്ന ഒരു ടേസ്റ്റിന്റെ ഒരു ഇതല്ലല്ലോ. അപ്പൊ ഈ ഫ്രൂട്ടി ഭയങ്കര ഒരു സാധനമായിരുന്നു. ഈ പച്ച അതിന്റെ ടെട്രാ പാക്ക് കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് മറ്റേ ടയറിന്റെ അടിയിലേക്ക് ബസ് ചവിട്ടി പൊട്ടിക്കുക. എനിക്ക് കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് കേരളത്തിന്റെ പുറത്ത് അത്ര കട്ട്ലറ്റ് അത്ര പോപ്പുലർ അല്ല. അല്ലേ? അല്ല. എന്റെ പണ്ടത്തെ വലിയ ആഗ്രഹമായിരുന്നു പൈസ ആകുമ്പോഴത്തേക്കും കുറെ കട്ട്ലറ്റ് മേടിച്ച് വെച്ചിട്ട് കഴിക്കണം. കാരണം കട്ട്ലറ്റ് ഭയങ്കര ടേസ്റ്റും പിന്നെ ഇത് നമുക്ക് കട്ട്ലറ്റ് ഒക്കെ ഇങ്ങനെ ചിരി അടിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നത്. കാരണം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റ്. കട്ട്ലറ്റ് നല്ലപോലെ ഉണ്ടാക്കണം. വീട്ടിലുണ്ടാക്കുന്ന കട്ട്ലറ്റ് അടിപൊളിയാണ്. ഈ പുറത്തുള്ള പക്ഷെ ചിലയിടത്തെന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പം ഒരിക്കലും കട്ട്ലറ്റ് ആഗ്രഹത്തിന് അത്ര അനുസരിച്ച് കിട്ടിയിട്ടില്ല. അന്ന് കട്ട്ലറ്റ് നല്ല വിലയാണ്. ഈ പറഞ്ഞ പോലെ ആൾക്കൊക്കെ വെച്ച് കിട്ടത്തുള്ളൂ. ചിലപ്പോ പകുതിയൊക്കെ വെച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഗോൾഡ് സെറ്റ് ഞാൻ കട്ട്ലറ്റ് പ്രീമിയം ആയിരുന്നു. ഇപ്പൊ കട്ട്ലറ്റ് പക്ഷേ പ്രീമിയം അല്ല. നമ്മളവിടെ പെരുന്നാളിന് കൃത്യമായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബീഫ് മേടിക്കും. അങ്ങനത്തെ പീസ് നെയ്യില്ലാത്ത പീസ് മേടിച്ച് അമ്മ സൂപ്പറായിട്ട് ഉണ്ടാക്കും. അത് കഴിക്കണം. ജോണിന്റെ അമ്മയുടെ കട്ട്ലറ്റ് ബീഫ് കട്ട്ലറ്റ് ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നമ്മള് ദീപകിന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജോണിന്റെ വീട്ടിൽ നമ്മൾ ജോണിന്റെ വീട്ടിൽ മാത്രമേ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഞാൻ ജോണിന്റെ വീട്ടിൽ പോയിട്ടില്ല. കല്യാണത്തിന് വന്നപ്പോ നീ ഹിമാലയം കയറാൻ പോയേക്കുവായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഒന്നിച്ചൊരു ദിവസം റിൻഷാദിനെ കൂട്ടാതെ നമ്മൾ ജോണിന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു. ജോണിന്റെ അമ്മയുടെ ബീഫ് കട്ട്ലറ്റ് എന്നായിരിക്കും അതിന്റെ പേര്. സൂപ്പർ കട്ട്ലറ്റാ. എനിക്ക് പോർക്ക് ഞാൻ വളർന്നപ്പോ കഴിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ ഇപ്പോഴും കഴിക്കാറില്ല. ഞാൻ 2-3 വർഷം മുമ്പാണ് കഴിച്ചത്. ചെറുപ്പത്തിലെ ഞാൻ കഴിക്കാണ്ടിരുന്ന സാധനം. അതിന്റെ നെയ്യ് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോ പോർക്കിറച്ചി എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു. പച്ച പന്നിക്ക് കൊടുക്കണ സാധനം ഫുഡ് രോമൊക്കെ ഉണ്ടോ? അതെ. പോർക്ക് നല്ല കുക്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കുക്കിങ്ങില് പ്രശ്നം വരില്ലടാ. നമ്മള് റോസ്റ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്കല്ലാണ്ടോ റോസ്റ്റ് ചെയ്തിട്ട്. ഇത് ഇവര് പറയുന്ന മറ്റേ ഒരു സ്റ്റീക്ക് മോഡലിൽ പകുതി കുക്ക് ചെയ്യുന്ന പെട്ടെന്ന് പുഴു കയറണം. അതപ്പം കുക്ക് ചെയ്തില്ല അതിന്റെ മുട്ട കിടന്നില്ല. കുക്ക് ചെയ്തില്ലെങ്കിൽ ടേസ്റ്റും വരൂല. നല്ല രീതിയിൽ ബീഫിന്റെ അത്രയും ടേസ്റ്റ് ബീഫിന്റെ എന്താന്ന് വെച്ചാൽ പോർക്ക് കുറെ നേരം ചവയ്ക്കുമ്പോഴത്തേക്ക് ആ മസാല മൊത്തം ഇറങ്ങിപ്പോവും. പിന്നെ അത് ബീഫും കുറച്ച് മസാല ബീഫ് എന്തുകൊണ്ടാണ് വിഴുങ്ങുന്നുണ്ടാ? അല്ല, ബീഫ് മസാല പിടിക്കുന്നുണ്ടാണ്. കുഴപ്പമില്ല, വലുതാകുമ്പോ മേടിക്കാൻ. അതിന്റെ മറ്റേ കൊച്ചിടത്ത് വെയിലാഗ്രഹം ഒന്ന് പഠിച്ച് ജോലി മേടിച്ചിട്ട് കളിപ്പാട്ടം കുറെ മേടിക്കണം. കളിപ്പാട്ടം എനിക്ക് എന്റെ ചെറുപ്പത്തിൽ പഠനത്തിലേ അറിയായിരുന്നു ഞാൻ വലിയ ആളാവില്ല. അത് കാരണം പഠിച്ചിട്ട് എന്തെങ്കിലും കളിപ്പാട്ടം കളയണ്ടാവുന്നല്ലേ, വലുതാകുമ്പോ വേണ്ടേന്ന്. അതൊന്നും പഠിച്ചിട്ടൊന്നും മേടിക്കാൻ എനിക്കറിയില്ല. അത് കാരണം അമ്മയ്ക്ക് ഉണ്ടാക്കി തരുന്ന കട്ട്ലേറ്റ്. ഈ കാര്യത്തിൽ മാത്രം ഞങ്ങളൊന്നും വ്യത്യാസമില്ല, ബാക്കിയെല്ലാം നമ്മൾ സെയിം. ഈ കാര്യത്തിൽ ഞാൻ മഹാദേവനെ പോലെ ആയിരുന്നു. ഞാൻ നമ്മൾ വലുതാവുമല്ലോ, എന്തായാലും വലുതാകുമ്പോൾ കിടിലാവും. അപ്പം നമ്മൾ പൈസ മാറ്റി വെച്ചിട്ട് പുളി തിന്നണം. കാരണം നമ്മുടെ അന്നത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ, അമ്മ വീട്ടിൽ നിന്ന് പുളി തിന്നാൻ തരത്തില്ല, കളിക്കാൻ ഭാഗം കളിപ്പാട്ടം തരത്തില്ല. ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ. അന്നത്തെ എന്റെ ആഗ്രഹത്തിലൊരു സാധനം പെപ്സി ആയിരുന്നു. ഇതുപോലെ ഞാൻ ഒരു ലിറ്റർ പെപ്സി അടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കണം എന്നുള്ളതായിരുന്നു.
ചെറുതിലത്തെ ഒരു ആഗ്രഹം. ഭക്ഷണം കഴിച്ചതിൽ മറക്കാൻ പറ്റാത്ത സംഭവം ഇപ്പൊ നമ്മൾ പല ഇൻസിഡന്റ് ഇപ്പൊ നീ മറക്കാൻ പറ്റാത്ത സംഭവം എന്താ പറയാ, ഞാൻ കൂട്ടുകാരൊക്കെ കൂടി ആലപ്പുഴ ഹൗസ് ബോട്ട് എടുത്ത് ഞങ്ങള് ഇങ്ങനത്തെ ട്രിപ്പ് അടിക്കുന്ന പരിപാടിയുണ്ട് കോളേജിലെ കൂട്ടുകാര്. അപ്പൊ ഈ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് എടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അറിയാലോ എവിടെ നിന്ന് എന്തൊക്കെയാ കഴിക്കണേന്ന് നമുക്കറിയില്ല. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് അടുപ്പിക്കും, അവിടെ നിന്ന് ഷാപ്പിൽ നിന്ന് എന്തൊക്കെയോ കുടിക്കുന്നു, അത് കഴിഞ്ഞ് ഭക്ഷണം മേടിക്കുന്നു. പിന്നെ ഈ ഹൗസ് ബോട്ടിലൊക്കെ നല്ല കരിമീനും സാധനമൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മറ്റേ കക്കറച്ചി ഇങ്ങനെ കൊണ്ടുവന്നൊരു പ്ലേറ്റിൽ വെച്ചു. നമ്മൾ അടിച്ചോണ്ടിരിക്കല്ലേ, അല്ല വെള്ളം അടിച്ചോണ്ടിരിക്കുന്നുണ്ട്, കള്ളുടി അടിച്ച് കയറി കരിമീനെ കൊഞ്ചം എന്താന്ന് വെച്ചാൽ കൊടുക്ക്. അപ്പൊ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ കക്കറച്ചി കഴിച്ചു. എനിക്ക് കഴിച്ച് തുടങ്ങിയപ്പോ എനിക്കതൊരു പ്രശ്നമുള്ള പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞാൻ കള്ളും കുടിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഛർദി തുടങ്ങിയിട്ട് രാത്രിയായിട്ടും ഛർദിക്കും. ഞാൻ വെള്ളം കുടിക്കുന്നത് വരെ ഛർദിച്ചോണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ ഒരു ബാധ്യത. ഇവര് AC ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഞാൻ പോയി ഓഫ് ചെയ്തിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റില്ല. ഇത് ഛർദിച്ച് നിക്കാണ്ട് ജോണിന് മാത്രമേ പറ്റുള്ളൂ, എനിക്ക് മാത്രമേ പറ്റുള്ളൂ. സംഭവം എനിക്ക് കക്ക ഇറച്ചി അലർജി. ഇറച്ചി മോശമായിട്ടല്ല, ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ ഒരാള് വട്ടത്തിൽ നിന്ന് ഓടി പറഞ്ഞ് അത് ഉറപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ, ഇത് കക്ക അലർജി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ചെറായിൽ ഇതുപോലെ കൂട്ടുകാരൊക്കെ കൂടി അന്നൊരു ബാറിലായിരുന്നു. അവിടെ വെറുതെ എടുത്ത് പറഞ്ഞു ചേട്ടാ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഈ കക്കിറച്ചി എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് ആൾക്കാർക്ക് ഓർഡർ ചെയ്യാൻ തോന്നുന്ന ഒരു സാധനമല്ലോ. അപ്പൊ അവനതും ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു 2 സ്പൂൺ എടുത്തിട്ട് ഞാൻ വെറുതെ കഴിച്ചു നോക്കിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് അലർജി ആണെന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിച്ചു. അന്ന് ബസ്സിനെ ഞാൻ പോയിട്ടില്ലേ. അത് കഴിഞ്ഞ് അങ്കമാലി വന്ന് അങ്കമാലിന്ന് ഛർദി തുടങ്ങി. അത് കഴിഞ്ഞ് ബസ് കയറി ഓരോ സ്റ്റോപ്പിലും ഞാൻ വീടെത്തിയത് 4 ബസ് മാറി കയറിയിട്ടാ ഛർദിക്കാൻ വേണ്ടി ഇറങ്ങുക. അത് കഴിഞ്ഞ് ചാലക്കുടിന്ന് ഒരു ബസ് കയറി. ആ ബസ് കയറിയപ്പോൾ സീറ്റിൽ ഈ തെറ്റത്തൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് സീറ്റ് ഫ്രീ ഉണ്ട്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഞാൻ അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ആള് പറ്റില്ല ഇരുന്നു എന്നെ വേറെ അവിടെ ഇരുത്തി. ഞാൻ ഇപ്പൊ ഛർദിക്കും. അപ്പോഴും ഇതേ പ്രശ്നം, വെള്ളം കുടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് വയറിന്റെ ഉള്ളിലുള്ള മുഴുവൻ പുറത്തേക്ക് പോകണമെന്നുണ്ട്. അതുവരെ ഛർദിച്ചോണ്ടിരിക്കും. വന്ന് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറങ്ങി വഴി മോട്ടർ അടിച്ച പോലെ വീണ്ടും ഒരു ഛർദി. കണ്ണൂരുകാർക്ക് അടിച്ച് ഫിറ്റായി ഛർദിച്ച് വീട്ടിലേക്ക് വരണ. അത് പകുതി ശരിയാണല്ലോ. അല്ല ഞാൻ പോയിട്ട് വന്നിട്ട് കാരണം വിചാരിക്കും അടിച്ച് ഫിറ്റായിട്ട് വന്നാൽ ബാറിൽ പോയിട്ട് വന്നിട്ട് ഛർദിക്കായത് കക്ക തിന്നണ്ടാന്നൊരു പേരും അല്ല കക്കറച്ചി അതാണ്. എന്നിട്ട് കാണുന്നത് തോന്നുന്നൊക്കെ വെറുതെ നീ ബാറിൽ പോയിട്ടില്ലേ പെഗ് പുറത്തു പോയല്ലേ. എന്റെ പറ്റ് പുറത്തു പോയി. 2 ആളിൽ കുടലടക്കം പുറത്തേക്ക് വന്നു. വെറുതെ ചീത്ത പേര് മാത്രമേ ഉള്ളൂ. നിനക്ക് അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഭയങ്കര അലർജി ഉള്ള ഫുഡുകൾ എന്റെ അമ്മയ്ക്ക് പ്രോൺസിന്റെ അലർജി ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ അത് കഴിഞ്ഞിട്ട് ഒരു മരുന്ന് കഴിക്കും. കഴിക്കണം നിർത്താതെ അത് കഴിഞ്ഞിട്ട് അലർജിയുടെ ഒരു മരുന്ന്. സീ ഫുഡ് അലർജി ഷുഗറിന്റെ ഗുളിക. ഞാൻ മധുരത്തിന്റെ പുറകെ ഷുഗറിന്റെ ഗുളിക. അതെ, അതെനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചിലെ ഒരു പ്രാവശ്യം ഇതേപോലെ അമ്മ എനിക്കിങ്ങനെ ഒരു തരത്തിലുള്ള അലർജി ബാധിക്കത്തില്ല മാത്രമല്ല, ഞാൻ ഒരുപാട് പഴകിയ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അനീസിന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. പണ്ട് തൊട്ടേ ഞാനിപ്പം ഇവിടെ നിങ്ങൾ തന്നെ പറയത്തില്ല ഞാൻ വന്നവരുടെ ഫ്രിഡ്ജിലെ ബാലൻസ് ഫുഡ് തിന്നുവന്ന്. ഞാനിങ്ങനെ എന്റെ ബന്ധു വീട്ടിലൊക്കെ ഞാൻ പോകാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് ഫുഡ് ഇരിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയിട്ട് ക്ലിയർ ചെയ്യും. എനിക്ക് ഫുഡ് വേസ്റ്റ് ആയി വെച്ചല്ല. പുതിയ ഫുഡ് ഇടുന്നാലും ഞാൻ നോക്കുമ്പോൾ പഴയ ഫുഡ് ഇത് കേടാവാനുള്ള സാധ്യത. അപ്പൊ ഇത് വീണ്ടും ഒരു ദിവസം കൊണ്ട് ഇരിക്കില്ല. ഞാൻ മാറ്റി വെച്ചിട്ട് പഴയ ആൾക്കാരെ പോലെ ഞാൻ ആ പഴയ ഫുഡ് തിന്നും. ഇത് പഴയതായിട്ട് കഴിക്കാം. അമ്മയുടെ അമ്മ ഇങ്ങനെയായിരുന്നു. അമ്മൂമ്മ ഈ പറഞ്ഞ അവർക്ക് ഈ പറഞ്ഞ ഭക്ഷണം കളയരുത് എന്നുള്ളത് കൊണ്ട് വേറെ ആരും കഴിക്കത്തില്ലെന്നറിയാം. അപ്പൊ അങ്ങനെ കഴിക്കുന്ന ആ സാധനമുണ്ട്. ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ആരും തീരെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ഇത് നമ്മളെ തിന്നു കഴിയുമ്പോൾ ഇത് മൂല്യവർദ്ധിത. ഞാനാണെങ്കിൽ എപ്പോഴും വിചാരിക്കും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ നിർത്തണം എന്നുള്ളത്. പക്ഷെ പറ്റൂല. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കും. പിന്നെ ഞാൻ ഭയങ്കര പെട്ടെന്ന് കഴിക്കുമല്ലോ. പിന്നെ ബാക്കിയുള്ളവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ നിർത്താൻ വേസ്റ്റിന്റെ കോൺസെപ്റ്റിൽ ഒരാൾ ഭക്ഷണം അയാളുടെ വയറ് നിറഞ്ഞ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കഴിക്കുന്നത് വേസ്റ്റ് തന്നെയാണ്. അത് മാറ്റിവെച്ച് കളഞ്ഞാലും നമ്മൾ കഴിച്ചു കളഞ്ഞാലും വേസ്റ്റ് തന്നെയാണ്. അത് വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് യൂസ്ഫുൾ ആവുക എന്ന് പറയുന്നത്. ബാക്ക് ടു നമ്മുടെ മോസ്റ്റ് മെമ്മറബിൾ ഫുഡ് റിലേറ്റഡ് ഓർമ്മ എന്താണ്? ദീപുവിനുണ്ടോ? അങ്ങനെ
ചെന്നൈയിൽ മറ്റേ ഷോയ്ക്ക് പോണ മറ്റേ സൈറ്റൂണിൽ നിന്ന് സൈറ്റൂണിൽ കഴിച്ച മട്ടൻ എനിക്ക് ബിരിയാണി. വേറെ ഉള്ളവരുടെ കാശ് പോയിന്റ് എനിക്ക് വേറെ ഉള്ളവരുടെ കാശിന് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ഫുഡായിട്ട്. അതായത് ഇപ്പൊ തന്നെ എയർപോർട്ടിൽ മുമ്പ് ലോഞ്ചിൽ പോയി കഴിക്കുക. അത് ഭയങ്കര ഒരു പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ബുഫെ ഫില്ല് ചെയ്യാൻ ഇത്തിരി താമസം എടുക്കാറുണ്ട്. ചെക്കന്റെ പേര് നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വന്ന പയ്യന്റെ പേര് എന്താ ഓർക്കയിൽ ഓർമ്മയുണ്ടോ? എവിടെയോ ട്രീറ്റ് ചെയ്യാൻ എടാ സൈറ്റിൽ കൊണ്ടുപോയ പയ്യൻ പേര് പറഞ്ഞു. അതാണ് ഈ കോർപ്പറേറ്റ് പരിപാടികൾക്ക് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ത്രില്ല് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടുന്നുള്ളത്. അപ്പൊ ഫ്രീ ആയിട്ട് കഴിക്കണതിന്റെ ടേസ്റ്റ് വേറെ ഒരു. മറ്റേ വലിയൊരു സൈറ്റൂണിലെ മട്ടൺ റാൻ ബിരിയാണി കിട്ടില്ല. സൈറ്റിന് ഇവിടെ ഉണ്ട്, മധുരയിലുണ്ട്. അത് അടിപൊളിയാണ്. അതറിയാം, നമ്മള് കഴിച്ചത് വെല്ലൂരില് മട്ടൺ റാൻ ബിരിയാണി കിട്ടില്ല. ഭയങ്കര മസാല, ഭയങ്കര ടേസ്റ്റ്, ഒന്നും പറയില്ല. ഫുഡ് അസോസിയേറ്റഡ് നിന്റെ മറക്കാൻ പറ്റാത്ത മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നമ്മുടെ ഇത് കോളേജില് ഈ ഫെസ്റ്റ് നടത്തുമ്പോ ഫ്രീ ഫുഡിന്റെ അതെ കൾച്ചറൽ ഫെസ്റ്റ് നടത്തുമ്പോ നമുക്ക് സൈറ്റൂൺകാരാണ് നമുക്ക് അകത്ത് സ്റ്റാൾ ഇടും. അപ്പോ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ കോർഡിനേറ്റേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ഫുഡ് ബാക്കി വരും, ഇങ്ങനെ ഫുൾ ഗ്രിൽ ചിക്കൻ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ കഴിക്കും. അതെ, എനിക്ക് പിന്നെ വേറൊരു ഓർമ്മ, എനിക്ക് തേഴ്സ്ഡേ രാവിലെ നമ്മുടെ മെസ്സിൽ മാഗി എന്തോ അതും അവർ ഉണ്ടാക്കുന്ന ഭയങ്കര കൂതറായിട്ടാണ്, ഭയങ്കര ഡ്രൈ ആണ്. അതായത് ഞാൻ പോകുന്ന 10 മണിക്കായിരിക്കില്ല, അവർ 7 മണിക്ക്. അപ്പൊ എനിക്ക് ഡ്രൈ മാഗി ഭയങ്കര ഇഷ്ടം. പിന്നെ മസാല നടക്കുന്നത് കട്ടിയായിട്ടാണ്, അല്ലാതെ അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ബിരിയാണിയുടെ മുട്ട കണ്ടുപിടിക്കണ പോലെയാണ്. എനിക്ക് ഭയങ്കര, അതായത് റോ മാഗി ഭയങ്കര പച്ച, അത് നേരെ കുഴച്ചിട്ടില്ല, അങ്ങനത്തെ ഉള്ള സാധനം മാത്രം മാഗി വെറുതെ പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റ് വേവിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു വിധപ്പെട്ട പീസൊക്കെ ഒരു മിച്ചർ പോലൊക്കെ തിന്നാൻ വേണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടോ സാധനം? കുറച്ച് കഴിക്കാം, പക്ഷെ അത് ഇച്ചിരി കഴിക്കും നമുക്ക് തന്നെ തോന്നുന്നു കഴിച്ച കുക്ക്ഡ് ആയിരിക്കത്തില്ല വരുന്ന മാവ്, കുക്ക്ഡ് ആയിരിക്കത്തില്ലേ? ഞാൻ ആരുടെയോ മാഗി അവര് കുറച്ച് മാറ്റി വെച്ചിട്ട് അവര് മാഗി ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലിടും. അത് നല്ല പരിപാടി. ഞാൻ ഫുഡ് കഴിച്ച നല്ല ഫുഡ് കഴിച്ചൊക്കെ നല്ല മെമ്മറീസ് തന്നെയാണ്. ഇപ്പം VIT ദുബായി പോയതും പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ചില വീടുകളിലൊക്കെ പോകുമ്പോഴും കണ്ണിന് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അങ്ങനെ കുറെ ഓർമ്മകളുണ്ട്. ഈ മെമ്മറി ചില സമയത്ത് നമ്മളെ ഈ അലർജി ഛർദിൽ പോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഒരു ഭയങ്കര ഫേമസ് ഹോട്ടൽ, എല്ലാവരും പറയും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഭയങ്കര ഫേമസ് ഹോട്ടൽ ബുഹാരി. ഇല്ല അല്ല, ബുഹാരിയൊക്കെ പിന്നെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് പോലീസ് കേസ് ചെയ്യുന്ന ആളെ. ഭയങ്കര ഫേമസ് ഹോട്ടൽ നമ്മൾ പറഞ്ഞ പോഡ്കാസ്റ്റ് ആസാദിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് അവിടുന്ന് ഒരു തവണ നല്ല ഫുഡ് കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. പക്ഷെ ഭയങ്കര പോപ്പുലർ ഹോട്ടലാണ്. ഒരു തവണ ഞാൻ ചിക്കൻ കറി കഴിച്ചിട്ട് ഞാൻ ഒരാഴ്ച വയറിലേക്ക് കിടന്നു. എന്റെ ചരിത്രത്തിൽ എനിക്ക് ഒരു ഫുഡ് നിങ്ങൾ എനിക്ക് പറ്റാത്ത അവന്മാര് പറയാതെ അവിടുത്തെ മലബാർ ഹോട്ടൽ, അവിടുത്തെ ഗ്രേവി കഴിച്ച് ഇവന്മാർക്കെല്ലാം വയറിലാകും, എനിക്ക് വയറിലാകത്തില്ല. ഞാൻ അത്ര റെസിസ്റ്റന്റ്, എനിക്ക് എന്തും കഴിക്കാൻ പറ്റും. ഞാൻ ഈ പൂത്ത ബ്രെഡൊക്കെ തിന്നും. പക്ഷെ എനിക്ക് അവിടുന്ന് ചിക്കൻ കറി കഴിച്ചിട്ട് എന്റെ വയറിലായിട്ട് ഒരാഴ്ച പൂപ്പല് സ്പൂൺ വെച്ചതാ ചീസ് ഇല്ലായിരുന്നു പൂപ്പില്. ഇല്ല, എനിക്ക് ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. തിരുവനന്തപുരത്ത് ഓപ്പൺ ഹൗസിലെ ചില്ലി ചിക്കൻ കഴിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ഓപ്പൺ ഹൗസ് കഴിച്ചിട്ടില്ല. ഭയങ്കര കിടലാണ്, ഭയങ്കര നല്ല ചില്ലി ചിക്കൻ. 2 ഉണ്ട്, ഓപ്പൺ ഹൗസും ഉണ്ട്, പിന്നെ വെള്ളയമ്പലത്തിൽ നികുഞ്ചോ അങ്ങനത്തെ ഒരു ചെറിയ കടയുണ്ട്. ഓപ്പൺ ഹൗസിലെ ചില്ലി ചിക്കൻ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ മറ്റേ ബ്രെഡിൻ്റെ ഞാൻ ഒരു ദിവസം അവിടെ മറ്റേ പനമ്പള്ളിയിലെ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഇത് ഭയങ്കര വിശപ്പ്, ഭയങ്കര മഴ, ഓർഡർ ചെയ്താലും ഭയങ്കര ഡിലേ, പോകാനും പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ട്, എനിക്ക് മാഗി ഉണ്ട് പക്ഷെ ഉണ്ടാക്കാൻ മടി. മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ പകുതി അവിടെ അത്രയും അവിടെ വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഫുഡ് അങ്ങനെ കാണണ്ടല്ലോ. അപ്പോൾ ഇത് ഇത്രയും ഇരിക്കുന്നുണ്ട്. നേരത്തെ എന്തായാലും അങ്ങനെ ഡേറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പുറത്ത് നിന്ന് ജാമൊക്കെ എടുത്ത് അലക്കി തേച്ച് കഴിച്ചിട്ട് ഞാൻ ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മറ്റേ യൂസ് ബൈ 5 ദിവസം മുന്നേ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇത്രയും പഴകിയ സാധനം കഴിച്ചിട്ടില്ല, പേടിയാ. അപ്പോൾ പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ പൂപ്പല സാധനം ഒന്നും കണ്ടില്ല, ഒരു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര പേടി, ഈ ഫുഡ് പോയിസൺ ആകുമായിരിക്കും. അന്നായിട്ട് എനിക്ക് ചെറുതായിട്ട് പനിക്കലും പരിപാടിയൊക്കെ, അപ്പം ഓർത്ത് കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ. എന്നിട്ട് ഞാനിങ്ങനെ അന്ന് എനിക്ക് വൈകുന്നേരം കഞ്ഞിയൊക്കെ അരീസൊക്കെ എടുത്തത് ഞാൻ അവിടെ ഫ്ലാറ്റിൽ നിന്ന് കിടന്നിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ പനി കൂടുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇങ്ങനെ അനീസിക്കോട് പറഞ്ഞു, ഞാൻ ഇന്നലെ വിശന്നപ്പോൾ ഇതുപോലെ മറ്റേ ഫുഡ് കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴിങ്ങനെ പഴക്കം 5 ദിവസം ഉണ്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പേടി പറഞ്ഞു മനസ്സിലാക്കുക. ഒരു പ്രശ്നമില്ല, ഞാനും അവർ അനുകൂടി ഇന്നലെ 9 ദിവസം പഴക്കമുള്ള ബ്രെഡ് കഴിച്ചു.
അപ്പൊ ആ ബ്രെഡ് ബാക്കി ഇരിപ്പുണ്ട്, അത് കഴിക്കാൻ പോവുക. എന്നിട്ട് ഈ ബ്രെഡ് 2-3 ദിവസം കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ലാസ്റ്റ് പൂത്ത് കെട്ടി ഞാൻ പിന്നെ എടുത്ത് കളയുന്നില്ല, അത് പുള്ളി പിന്നെയും കഴിക്കും. നമ്മൾ ഈ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം എന്ന് പറഞ്ഞതിനടി പറയണം, ഞാൻ കഴിക്കുന്നത് എനിക്കൊന്ന് എന്നെ ഇങ്ങനെ വിട്ടുവെച്ചേക്കും, ഇവനെ അവസാനം പിടിക്കാൻ വിട്ടുവെച്ചേക്കും. ഡയലോഗ് അങ്ങനെയായിരുന്നു നമ്മുടെ ഫ്ലാറ്റിൽ. അല്ല മറ്റേ കുഴപ്പമില്ല, ഞാനും ഓറാനോട് ഇപ്പൊ ഒരു 15 മിനിറ്റ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് ബ്രെഡ് 10 ദിവസം വരെയുള്ള ബ്രെഡ് കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പൂപ്പലുള്ള ബ്രെഡ് കഴിച്ചിട്ടുണ്ട്. അതായത് മറ്റേ ഇന്ന് ആരും ചെയ്യരുത്. ഇത് പൂപ്പലുള്ള ബ്രെഡ് കഴിച്ചാൽ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും, നമ്മുടെ വാ പൊള്ളും അപ്പം തന്നെ. പൂപ്പലുള്ള ബ്രെഡ് കഴിച്ചാൽ പെട്ടെന്ന് ഒരു പൊള്ളല് പോലെ ഫീൽ ചെയ്യും. മറ്റേ വൈറ്റ് പൂപ്പലല്ല, മറ്റേ പൂപ്പല് അതിനേക്കാൾ കൂടി അത് മനഃപൂർവ്വം അല്ല, അത് കഴിച്ച് പൊള്ളിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ പൂപ്പല് കാണുന്നത്. നമ്മളിങ്ങനെ കെയർലെസ് ആയിട്ട് കഴിക്കുമല്ലോ. അപ്പൊ കേരളത്തിൽ വൈറ്റ് പൂപ്പൽ എങ്ങനെയാണ് ടേസ്റ്റ്? വൈറ്റ് പൂപ്പൽ ബ്രാൻഡ് ടേസ്റ്റ് അത് നമ്മൾ അറിയത്തില്ല. ഇതിനെ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്രെയിനിലേക്ക് പിടിക്കും, ആൾ തട്ടിപ്പോകുന്ന കേസാണ്. സത്യത്തിൽ ഭയങ്കര ഡേഞ്ചറാണ്. പോയിസൺ, ഫുഡ് പോയിസൺ തന്നെയാണ്, ശരിക്കും പോയിസൺ ആണ്. അതുകൊണ്ട് കഴിക്കാൻ പാടില്ല. എന്റെ ഒരു ചില വൃത്തിയുടെ ശീലങ്ങളിൽ കിടക്കുന്നോണ്ട് അങ്ങനെ പോകും. എല്ലാവരും ഫുഡ് എന്നൊക്കെ പറഞ്ഞപ്പോ വിചാരിച്ചു മറ്റേ സഫയറിലെ ബിരിയാണി, പൂപ്പലിന്റെ ടേസ്റ്റ്, വെള്ളപ്പൂപ്പലിന്റെ ടേസ്റ്റ്. എത്ര നാള് പഴകിയ ബ്രെഡ് തിന്നാം, ഛർദിച്ച കക്ക തിന്നാൻ ഛർദിക്കും. ഫ്രീ ഫുഡ്. എനിക്ക് പലപ്പോഴും ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ എനിക്ക് തോന്നിട്ടുണ്ട് എനിക്ക് ഹൈപ്പോതലാമസ് എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് അറിയൂല ഫുഡ്. അതുമല്ല എനിക്കാണെങ്കിൽ എന്തോ ഉച്ചയ്ക്ക് കഴിക്കാൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ തന്നെ മൊത്തം കഴിക്കണം അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതായത് ഇനി ഭക്ഷണം കിട്ടിയില്ലല്ലോ എന്നുള്ള എന്തോ ഒരു പേടി എനിക്ക് എവിടെ നിന്ന് വന്നിട്ടില്ല. ഇനി ഇത് ഉണ്ടാവത്തില്ല എന്ന് മനുഷ്യന് ചെറുപ്പത്തില് അല്ല പഴയ കാലഘട്ടത്തില്, അതായത് ഇനി ഇത് ഉണ്ടാവില്ല എന്നൊരു തോന്നല മനുഷ്യനെ മുന്നോട്ട് നയിച്ചിരുന്നത്. അത് തന്നെ ഞാൻ പിന്നീട് സന്തോഷിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും സന്തോഷിക്കും. അപ്പൊ എനിക്ക് അവരോട് കൊച്ചിലെ തന്നെ ഇപ്പൊ ഈ രാജധാനിയിലൊക്കെ പോയിട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ അവസാനം വിരളൊക്കെ ഇട്ട് അങ്ങനെയാണ് നീങ്ങണം. അങ്ങനെ തന്നെ ഞാനാണെങ്കിൽ പറ ഇനി ഞാൻ കഴിക്കൂല. നമ്മുടെ ഏറ്റവും മോശം വികാരങ്ങളിലൊന്നോ നമ്മൾ ഈ വല്ലാതെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വല്ലാത്ത സിറ്റുവേഷൻ. അതാണ് ദ വേർസ്റ്റ് ഫീലിംഗ്സിൽ ഒന്നാ മനുഷ്യൻ്റെ. അത് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുകയും ചെയ്യും. കാര്യം നമ്മൾ ബുഫേക്കൊക്കെ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വെച്ചാൽ കുറച്ചുകൂടെ കഴിക്കാറുണ്ട്. അടിയിന്ന് ദഹിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മേളിൽ നിന്ന് കുറച്ച് എളുപ്പത്തിന് വേണ്ടി പുറത്തേക്ക് കളയും. ഉള്ളി കൂടെ കളച്ച് പറ്റി ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനത്തെ എന്താ താമസിക്കാത്ത കള്ളുപിടിച്ചങ്ങനെ വരാറുണ്ട്. ഒരു സാധനം ഇങ്ങനെ ഒരു നമ്പൂതിരി ഇങ്ങനെ മറ്റേ ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര വയറൊക്കെ നടന്നു അപ്പോഴത്തേക്ക് ഇങ്ങനെ പുള്ളി പറ്റുന്നില്ല, ആകെപ്പാട് ഫുഡ് ഒരുപാടായിട്ട് ഒരു ബുദ്ധിമുട്ടെന്ന് പറയും. അപ്പൊ പുള്ളിയുടെ സഹായം പോലെ ഉണ്ടല്ലോ, പുള്ളി പറയും എന്നാ പിന്നെ 2 വിരലും കണ്ടിട്ട് ഛർദ്ദിച്ചോളാന്ന് പറയും. അപ്പൊ പുള്ളി പറയും അങ്ങനെ 2 വിരലിടാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ 2 പഴം കൂടെ കഴിച്ചു. സിനിമയിലുണ്ട് ഈ സാധനം, സെയിം സാധനം ഉണ്ട്. പക്ഷെ ഞാൻ ഈ അവസ്ഥ എടുത്തിട്ടില്ല. എനിക്ക് ഈ ഫുഡ് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും പറ്റുന്നില്ല. കാരണം ദേവൻ എപ്പോഴും എത്ര നല്ല സ്പെഷ്യൽ ഡിഷ് ഇരുന്നാലും ദേവന്റെ പാത്രത്തിൽ നിന്ന് ബാക്കി നിൽക്കാൻ വേണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോ നോർമൽ ചോറൊക്കെ ബാക്കി, സ്പെഷ്യൽ പോലും ചിലപ്പോ അവന്റെ ഫുഡ് പ്ലേറ്റിൽ നിന്ന് ബാക്കി പറഞ്ഞാല് തിന്നാൻ പറ്റാത്തവർക്കൊക്കെ തിന്നിട്ട് തിരുവനന്തപുരത്ത് കൂടെ പോയിട്ട് കഴിച്ചതില്ല. അയ്യോ ആടിന്റെ ബോളൊക്കെ കഴിപ്പിച്ച് തലച്ചോറ്, ബ്രെയിൻ, മറ്റേ എല്ല്, മറ്റേ സാധനമൊക്കെ ഇല്ലേ ഇങ്ങനെ എല്ല് ഇങ്ങനെ തട്ടിയിട്ട് കഴിക്കുന്ന സാധനം. പക്ഷെ അത് ഭയങ്കര നല്ലതാണ്, ഹെൽത്തി, അങ്ങനെ നല്ലതാണ് സാധനം. ഞാൻ കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ അടുത്ത സ്പെഷ്യലാണെന്ന് പറഞ്ഞ് സാവുച്ചേട്ടൻ ബിരിയാണി ചായ എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തു. അപ്പം ഞാൻ ഒന്നാമത്തേന് വീട്ടിലൊക്കെ എനിക്ക് കാപ്പിയൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആവിയൊക്കെ പോയി തണുത്ത് ഞാൻ അങ്ങനെയൊക്കെ കുടിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ചൂട് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ചെറിയ ചൂട് മതി. ഇല്ല, അതില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ സാറിന് എനിക്ക് ചൂട് കുടിക്കാൻ പാടാ, കുറേ സമയം എടുക്കും. അല്ല കാരണം എൻ്റെ നാക്ക് പെട്ടെന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊള്ളാറുണ്ട്. പിന്നെ ഒരു വൈബും ഇല്ലല്ലോ നാക്കിങ്ങനെ പൊള്ളിയിരുന്ന. അതുകൊണ്ട് ചോദിച്ചത്. പക്ഷേ അപ്പം ഞാനിതിങ്ങനെ വെച്ചേക്കോന്നു, അതിനൊരു സാധനമാണ്. അപ്പം സാവിച്ചൻ പറഞ്ഞു നീ ഇത് കുടിച്ചില്ലേ? അപ്പം ഞാൻ മുന്നിൽ ഞാൻ കുടിക്കാതിരിക്കാന്ന് പറഞ്ഞു. ബിരിയാണി ചായ സാധാരണ ചായ പോലെ. അപ്പൊ സാവിച്ചേട്ടൻ ചോടറിയാം ഇങ്ങനെ ചില പറ്റിക്കാനാണോ സ്നേഹിക്കാനാണോ ഒന്നും മനസ്സിലാവത്തില്ല. ചിലപ്പോ നമ്മള് ഈ പറഞ്ഞ പുള്ളി ഭയങ്കര വലിയ ഇതിങ്ങനെയാണെന്നുള്ള സാധനം പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് അത് സ്ഥാപിച്ചു കളയും. അതായത് ഇത് ബിരിയാണി ചായ എന്ന് പറയുന്നത് മലബാർ രീതിയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ ആളൊരു കഥ പറഞ്ഞ് ഫലിപ്പിച്ചു കളയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചായ പോലെ ഓരോ സിപ്പ് ഒന്നും കുടിച്ചാൽ ഇത് കിട്ടത്തില്ല. ഇത് കുടിക്കേണ്ട ഒരു വൈബുണ്ട്, ഇതിന്റെ ഒരു ശാസ്ത്രമാണെന്ന് വെച്ചാൽ ഇത് ഒറ്റ വലി എന്ന് പറഞ്ഞു. സാബുച്ചേട്ടൻ ഈ ചായ പറഞ്ഞിട്ടില്ല, എനിക്ക് മേടിച്ചു തന്നിട്ട് എന്നോട് ഒറ്റ വരി. അപ്പൊ ഞാൻ ഈ ചൂട് 10 പേടി ഒന്നത് നാക്ക് വെള്ളത്തിൽ കൊണ്ട് 1 മണിക്കൂർ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു.
ഇരിക്കുന്നത്. എനിക്കാണ് അവിടെ ഒരു എൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റേ കൂൾ ബാർ ഇരിക്കും, അതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു ബോൾ ഗ്രേപ്പ് എടുക്കണം എന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഞാൻ മേടിച്ചിട്ട് സാവിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പോയി പൈസ കൊടുത്താൽ സാവിച്ചോണ്ട് ഉറപ്പായിട്ടില്ല തല്ലും, ചിലപ്പോൾ എടുത്ത് എറിയുകയൊക്കെ ചെയ്യും. പുള്ളിയോട് എനിക്കിത് മേടിച്ചാലെന്ന് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ എന്നോട് ഇത് കുടിക്കാൻ പറയണേ. അവസാനം ഒരു സമ്മതിക്കത്തില്ല. അറിയാലോ, ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കുടിച്ചില്ലെങ്കിൽ ഇപ്പിടിയോ ആണെന്ന് പറയും. കുടിപ്പിക്കുകയും ചെയ്യും. പിന്നെ അത് ചിലപ്പോൾ ചട്ടിനകത്തൊക്കെ അവർ ഒഴിക്കും. അതുകൊണ്ട് ഈ പേടിയായിട്ട് ഞാൻ അവസാനം ഒന്നും നോക്കിയില്ല, മറ്റേ കയറിട്ട് തൂങ്ങണം പോലെ ഒറ്റ കുടിയായിട്ട് കുടിച്ചിട്ട് ഇവിടെ നീപ്പട്ടം വരെ ഫുള്ള് മറ്റേ കൽക്കരി വണ്ടി പോണ പോലെ ഒരു പോക്ക. അയ്യോ, എന്നിട്ട് പുള്ളി എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ കണ്ണീരൊക്കെ പോവായിട്ടാണ്. കണ്ണീരിന് ഒരു ബിരിയാണിയുടെ ഫ്ലേവർ എനിക്കതിന്റെ ടേസ്റ്റ് മനസ്സിലായില്ല. നാക്കും പള്ളി ഫുള്ള് പോയി. എന്നിട്ട് അതിന്റെ പുറത്തിറങ്ങിയിട്ട് ഷെയ്ക്ക് കട ഉണ്ട് ഭാര്യയുടെ തൊട്ടടുത്ത്. അവിടുന്ന് ഇതുപോലെ ഞാൻ ഈ നല്ല പെരുവും ഇതെല്ലാം കൂടെ ഇത് വേണം, പക്ഷെ എനിക്കിത് മൊത്തം കുടിക്കാൻ പറ്റൂല. സാവിച്ചേട്ടനാ പ്രശ്നം ഉണ്ടാക്കും, കുടിപ്പിക്കും. ഇല്ല നീ കുടിച്ചിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നിൽക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വേണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറയും, വേണ്ടെന്ന് പറഞ്ഞാല് സംഭവം പുള്ളി സ്നേഹിക്കണതാ, നമുക്കിത് അറിയാം. പക്ഷെ അപ്പൊ നമ്മൾ ഈ ബഹുമാനം എല്ലാം അവിടെ കിടക്കുന്നതോട് ആകെപ്പാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ രണ്ടുപേരും ഒരു ഷേക്ക് കുടിച്ചോളാന്ന് പറഞ്ഞ് അത് ഞാൻ കാരണം നിർബന്ധിച്ചൊരു പോയിന്റ് ഞാൻ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, ഞാൻ ജോൺ ചണ്ടി കുടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു മതി, അത് മതി, കുഴപ്പമില്ല, നീ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുടിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ നീ കുടിക്കണം, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അവസാനൊരു ഷേക്ക് വന്നു. അപ്പൊ അവിടുന്ന് അടുത്ത പണി അവരോട് പറഞ്ഞു ആ 2 സ്ട്രോ ഇടറാ ഒരു ഗ്ലാസ് ഒരുമിച്ച് കുടിക്കണം. തിരുവനന്തപുരത്ത് പേരുടെ അതൊക്കെ അത്ര ആൾക്കാർ ഒരു ഗ്ലാസ് 2 സ്ട്രോ ഇട്ട് പിടിച്ച്. ഭക്ഷണ പൊളിറ്റിക്സ് നിർത്തിയേക്കാം. ഭക്ഷണത്തിന്റെ പൊളിറ്റിക്സ് ശരിക്കും ഇപ്പം ഭക്ഷണം ഭയങ്കര സീരിയസ് ഒഫൻസ് വിഷയങ്ങളൊക്കെയാണ്. അപ്പൊ ഭക്ഷണമായിട്ട് എന്തൊട്ട് പണ്ടില്ലാത്ത പറയുന്നത് ഇപ്പം പ്രശ്നങ്ങൾ ഒരു 5 കൊല്ലമായിട്ട് ഭക്ഷണം 2 ട്രെൻഡുകൾ. അതായത് എല്ലാവരും ഫുഡ് ബ്ലോഗേഴ്സും ഫുഡ് പരിചയപ്പെടുത്തുന്നത് ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സും ആണ് ഫുഡിൻ്റെത്. മറ്റൊരിടത്ത് ഫുഡ് വെച്ചിട്ട് രാഷ്ട്രീയമുണ്ട്. ഇത് രണ്ടും സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിലുള്ളതാണ്. ബീഫ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമുള്ളത് വേറൊരാൾ കഴിക്കാൻ പാടില്ല, മൊത്തത്തിൽ അങ്ങനെ ആക്കണം, അങ്ങനെയുള്ള സംഭവങ്ങൾ. എന്താണ് യുവർ ടേക്ക്? ഇങ്ങനെ പറയൂ. ഗോമാതാ എന്ന് ഇഷ്ടമല്ലേ ബീഫ്? ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമാണ് ബീഫ്, ഇഷ്ടമാണ്. അതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് അവരും പറയുന്നത്, അതായത് പ്രോ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് പശു എന്നുള്ളതാണ്. ബീഫ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോത്തും കഴിക്കും, കാളയും കഴിക്കും. ശരിക്കും ഗോമാതാവിന്റെ കോൺസെപ്റ്റ് വരുന്നത് പശുവിനെയാണ്. പശുവിനെ വളരെ റയർ കേസിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാം. മിക്സ് ചെയ്യപ്പെടുന്ന കേസിൽ ആൾക്കാർ കഴിക്കുന്നത്. ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ഉത്തർപ്രദേശാണല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ ബീഫ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്ന്. അല്ല, അത് അതിന്റെ ബിജെപിക്കാരനായിരിക്കും പറയാൻ പറ്റത്തില്ല. അല്ല, അപ്പൊ പറയുന്നത് വേറെ കഴിച്ച കുഴപ്പമില്ലെന്ന് തന്നെയല്ലേ? ഇപ്പൊ ഏതോ ഗുർഗാവൂണിലൊക്കെ മൺഡേ വെജ് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇതാണ് ഈ അടിച്ചേൽപ്പിക്കലാണ് പ്രശ്നം. നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് അവനവന്റെ ചോയ്സ് ആണല്ലോ. ഞാനിങ്ങനെ കാണണെന്ന് പറഞ്ഞിട്ട് വേറൊരാളങ്ങനെ തന്നെ കാണണം പറയണത്. ഏറ്റവും അഫോർഡബിൾ പ്രോട്ടീൻ സോഴ്സ് ബീഫാണ്. ഒരു സെക്ഷൻ ഓഫ് പോപ്പുലേഷന് ഏറ്റവും അഫോർഡബിൾ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ബീഫാണ്. അപ്പൊ അത് അവരല്ല ഈ റൂൾസ് ഉണ്ടാക്കുന്ന ഭയങ്കര സൊസൈറ്റിയുടെ മോളിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ്. ഇപ്പൊ ഈ വീഗൻ ആവണം, പ്ലാൻ ബേസ്ഡ് ആവണം എന്ന് പറയുന്നതിൽ ഭയങ്കര ഒരു കോസ്റ്റ്ലി പരിപാടിയാണ്. എല്ലാവർക്കും വെജിറ്റേറിയൻ ആവാൻ പറ്റുന്നവരെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പം അങ്ങനെ നിൽക്കുന്നവര് ബാക്കിയുള്ളവർ എന്ത് കഴിക്കണ്ടെന്ന്, കാരണം ഒരാളുടെ സൗകര്യമോ ആവശ്യത്തിനും അനുസരിച്ചേ കഴിക്കണവരായാലും എന്ത് പ്രിവിലേജിന്റെ ഇതിലോ എന്തിലും നിൽക്കണവരായാലും അല്ലാത്തവരായാലും ഒരാള് ഞാൻ എന്താ തിന്നണ്ടെന്ന് ഞാനാ തീരുമാനിക്കണ്ട. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചൈനയില് പട്ടിയെ തിന്നുന്ന ഒരു ഇതുണ്ട്. അല്ല, ഇത് എല്ലാവരും തിന്നണം, അതായത് എന്താ തിന്നണം അവരവർ തീരുമാനിക്കുക. അത് നീ അത് കഴിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. നീ അത് കഴിക്കേണ്ട, നിനക്ക് കഴിക്കേണ്ട, നീ നിന്റെ ഇഷ്ടം, എനിക്ക് കഴിക്കണം എന്റെ ഇഷ്ടം, അങ്ങനെ പോകുന്ന ആ ഒരു സേഫ് സോണാണ് ശരിക്കും വേണ്ടത്. ഇതിപ്പോ നിനക്ക് ബീഫ് കഴിക്കുന്ന ഇഷ്ടമല്ലേ, നീ ബീഫ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ബീഫ് കഴിപ്പിക്കും, നിന്നെ കൊണ്ട് കഴിപ്പിക്കും, നിന്റെ ഫ്രണ്ട് വെച്ച് നിന്റെ പശുവിനെ ഞങ്ങൾ മുറിക്കും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരു സാധനങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമില്ല. ഇത് ഞങ്ങൾ ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തി പശുവിനെ എന്ന് പറയുന്നത് അത് ശരിക്കും ചങ്ങനാശ്ശേരിയിലൊക്കെ ഒരു കോളേജിലൊക്കെ പ്രശ്നം നടത്തുക എന്നുള്ളതാണ്. വേറെ പാർട്ടിക്കാർ ഈ പറഞ്ഞ
സ്റ്റുഡൻസ് യൂണിയൻ മറ്റേ ഇതുണ്ടല്ലോ, അവന്മാർ ഇതുപോലെ ഫ്രീ ആയിട്ട് കോളേജിന്റെ വാതൊക്കെ മറ്റേ ചെമ്പിനകത്ത് ബീഫൊക്കെ വെച്ച് കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടി കാണിക്കുന്നൊക്കെ ശരിക്കും സ്ട്രിക്ട്ലി വെറുതെ പൊളിറ്റിക്കൽ ഗെയിംസ് ഭക്ഷണത്തിന് പൊളിറ്റിക്സിനകത്ത് തന്നെ ഭക്ഷണം വെച്ചുള്ള നമ്മൾ പഠിച്ച കോളേജിലും ബീഫ് കഴിച്ചത് കൊണ്ട് അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ. മലയാളികൾ ജനറലി അങ്ങനത്തെ ഒരു ഇവിടെ കഴിച്ചതിന്റെയും വെച്ച് സൂക്ഷിച്ചതിന്റെയും അർത്ഥത്തിന്റെ ഒക്കെ പേരിൽ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അത് ഭയങ്കര മോശമാണ്. അതായത് അതുപോലെ തന്നെ മോശം ആശയത്തിന്റെ പേരിൽ ഇവിടെ വെട്ടിക്കൊല്ലുന്നത്. അതുകൊണ്ട് അതിൽ UP കേരളം വിട്ടിരിക്കണം. മനുഷ്യൻ അങ്ങനെയാണ് ബേസിക്കലി. മനുഷ്യൻ അവന്റെ ആശയത്തിന് വേണ്ടി പോകുന്നവനാണ്. അതും ഒരു ആശയത്തിന് വേണ്ടി എന്ന് പറയുന്ന പോലെ ഇവിടെയും കൊലപാതകങ്ങൾ എല്ലായിടത്തും നടക്കുന്നത്. മനുഷ്യന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുടില ചിന്താഗതിയിൽ പോകുന്നുണ്ട്. അത് അവിടെയുണ്ട് ഇവിടെയുണ്ട്. നമ്മൾ ഏകദേശം 23 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ടോപ്പിക് നിങ്ങൾക്ക് എന്തെങ്കിലും 23ാമത്തെ ടോപ്പിക് ആയിരുന്നു ഭക്ഷണം. മനുഷ്യന്റെ ബേസിക് നീഡ് പറയേണ്ടതാണ് നമ്മൾ 23 പറഞ്ഞത്. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിനിടയ്ക്ക്. സോ നിങ്ങൾക്ക് സജഷൻ നമ്മളെന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹമുള്ളത് പറയുക. നിങ്ങൾ കഴിച്ച ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ ഫുഡ് എക്സ്പീരിയൻസ് മറക്കാതെ ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ട്സ് ഇങ്ങനെ നമ്മൾ കുറെ പേര് ഇങ്ങനെ പറയുമ്പോൾ കുറെ കഥകളൊക്കെ വലിയ കഥകളൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്. ആൾക്കാർക്ക് പറയാൻ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളത് ഇത്രയും വലിയ കമന്റുകൾ മാത്രം ഒരു എപ്പിസോഡാക്കി. ഈ കമന്റുകൾ ആൾക്കാർ സംസാരിച്ചിട്ടുള്ള സാധനങ്ങൾ അല്ലല്ല കുറെ വലിയ സീരിയസ് അല്ല. ഞാൻ പറഞ്ഞ ഞാനാണെങ്കിൽ കമന്റ് ഒക്കെ ഇടുന്ന കുറെ നേരം ആലോചിച്ചിട്ട് പിന്നെ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ ഫ്രെയിം ചെയ്ത് പിന്നെ കുറെ കഴിഞ്ഞ് മൂഡ് പോയി ബാഗ് അടി. ഞാൻ പണ്ട് ജോക്സിൽ വീഡിയോ കാണുമ്പോൾ ഓർക്കും ഇയാൾ കൊള്ളാം, എന്നാലും കമന്റ് ഇടാം. ഞാൻ അങ്ങനെ ഇടാറില്ല. അത്ര നല്ലതെന്ന് തോന്നാല് ഇടാൻ തോന്നും. അപ്പൊ ഞാൻ ഇങ്ങനെ വലിയ കാര്യമായിട്ടൊക്കെ ഇരുന്ന് അടിക്കും. അപ്പൊ വേണ്ട ഇംഗ്ലീഷ് പിടിക്കുക എന്നിട്ട് പിന്നെ ഇത് മാറ്റിട്ട് ഇംഗ്ലീഷിൽ ഇനി ഇനി ഇത് വേറെ രീതി വല്ല വിചാരിക്കുമോ മനസ്സിലാവും അങ്ങനെ ഊക്കുവാണെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ തിരിച്ചിട്ട് ഇത് മാറ്റും. പിന്നെ കുറച്ച് സ്നേഹം കിട്ടും. ഇമോജിറ്റല്ലേ വേണ്ട. അവസാനം ഒരു ഹാർട്ട് മാത്രം ഒരു മണിക്കൂർ 2 മണിക്കൂർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോക്സ് യു ഗോട്ട് എ ലൈക്ക് ഫ്രം ജോക്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ ലൈക്ക് കിട്ടും. നമ്മളോർക്കും ജോൺ ഇത് കണ്ടു കമന്റ് നമ്മളെ കണ്ടു ചെയ്തെന്നാണല്ലോ. എനിക്ക് മനസ്സിലായത് വിനു പക്ഷേ ജോൺ ജോ കണ്ടില്ലെങ്കിലും അനീസും ദീപക്കും മഹാദേവനൊക്കെ കമന്റുകളെല്ലാം കാണാറുണ്ട്. ഈവൻ ഞങ്ങളുടെ ഇൻഷാദ് മാനേജർ വരെ കാണാറുണ്ട്. സോ നിങ്ങളുടെ കമന്റുകൾ അവർക്കറിയാം, കമന്റ് ചെയ്യുന്നവർക്കറിയാം. കാരണം നമ്മൾ എല്ലാ കമന്റും റിപ്ലൈ ചെയ്യാറുണ്ട്. അനീസ് വിളിച്ച് പറയാറുണ്ട്, കാണണം, നോക്കണം, റിപ്ലൈ ചെയ്യണം. നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. സോ നിങ്ങളുടെ എക്സ്പീരിയൻസും ഫുഡ് എക്സ്പീരിയൻസും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് ഇതിനെപ്പറ്റി നിങ്ങളുടെ മറക്കാനാത്ത മെമ്മറീസ് ഒക്കെ കമന്റ് ചെയ്ത് നമ്മൾ റിപ്ലൈ ചെയ്യാം. വൺസ് നമ്മൾ ഇങ്ങനെയുള്ള കമന്റുകൾ വെച്ച് നമുക്ക് ഒരു എപ്പിസോഡും ചെയ്യാം. നമ്മൾ എന്തെങ്കിലും സംസാരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നമ്മൾ അതും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണ്. ബിഗ് ബോസ് വരെ സംസാരിച്ചല്ലേ, നമുക്ക് അറിയാത്ത കമന്റിലെ സജഷൻസ് അത്രയും സീരിയസ് ആയിട്ട് എന്ത് വിഷയം അതിന്റെ മുകളിലുള്ളവർക്ക് നമുക്കത് പ്രശ്നമൊന്നുമില്ല. ആകാശന് മുകളിലുള്ള നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം എടുക്കണം, ബഹിരാകാശം എടുക്കണം അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആൾക്കാർ എങ്ങനെയാണല്ലോ നമ്മൾ ബഹിരാകാശത്തായിരുന്നല്ലോ കുറെ നാളെ. അവിടുത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പോയി കഴിക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിക്കും.